ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി റൂമിൽ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇന്ന് നമ്മൾ ബാക്ക് മാർക്കറ്റ്സിലും കൂടിയാണ് കൊണ്ടുവന്നത്. ഇന്നാണ് ആക്ച്വലി ഇവരുടെ ലാസ്റ്റ് ഡേ ഓഫ് എന്താ പറയുന്നത്, ഇതുപോലെ ബിസിനസ്സിൽ പരമായിട്ടുള്ള ഒരു പർച്ചേസ്. അതിൻ്റെ ഒരു ദിവസം കൂടെ ഉള്ളൂ, അത് കംപ്ലീറ്റ് റിലാക്സേഷനുള്ളൊരു ദിവസമാണ്. സോ എല്ലാവരും ഓൾറെഡി എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും വാങ്ങും, ഉറപ്പായിട്ടും വാങ്ങും. നോക്കിക്കോ, ഇത്തവണ വന്നവർ അങ്ങനത്തെ ഒരു ക്രൗഡാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇവിടുത്തെ ട്രൈ ചെയ്യേണ്ട ഒരു സാധനം, ചൈനയിൽ ഈ ഒരു ബ്രെഡാണ്. ഇറ്റ്സ് സോ ഡെലിഷ്യസ്. പക്ഷെ ഇത് കഴിക്കേണ്ടത്, ഇത് മിൽക്കാണ്, പ്യോർ മിൽക്കിൽ വെച്ച് ഉണ്ടാക്കിയ ബ്രെഡാണ്. ഇത് കണ്ട, ഇതുപോലെ ആവിയിൽ പിടിച്ച് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് സോ സോഫ്റ്റ്. ചൂടാണ്, ബട്ട് ഇറ്റ്സ് സോ സോഫ്റ്റ്, പഞ്ഞി പോലെ ഇരിക്കുവേ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അഗാരോന്റെ സ്റ്റീമർ ക്യാരി ചെയ്യുന്നത്. ഇത് കെറ്റിലാണ്, സ്റ്റീമറാണ്, മുട്ട പുഴുങ്ങാം. ഞങ്ങൾക്ക് ഇത് ഒറ്റ ഒരു സാധനം മതി ഞങ്ങളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, മൾട്ടിപ്പിൾ യൂസ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ആമസോണിലൊക്കെ സാധനം കിട്ടും, വലിയ റേറ്റും ഇല്ല. വീട്ടിലാണെങ്കിലൊക്കെ നല്ല പ്രയോജനമാണ്. പക്ഷെ ഇവിടെ വന്നാൽ ഈ ബ്രെഡ് ട്രൈ ചെയ്യുക, ഇനി ഫുൾ എനർജിയിൽ കറങ്ങാം. അടിപൊളിയാണ്. ഒരു നല്ല വെയിൽ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ, അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കുറച്ച് വെയിൽ കൊള്ളണോ ചേച്ചിക്ക്? എല്ലാരും അറിഞ്ഞോണ്ട് ഞാൻ കുറച്ച് ലൊക്കേഷൻ മാറ്റി ഇട്ടൊന്ന് വെയിലൊക്കെ കൊണ്ടുവരാനായിട്ട്. ആ ഓ അത് കറക്റ്റാ. ചൈനാസ് ബെസ്റ്റ് ടൂർ ഗൈഡ്. ബാക്കിയുള്ളവരവിടെ പ്രിയനെ ഇനി അടുത്തൊരു ചൈനാസ് വുമൻസ് ഉള്ളി ടൂറിന് ഞാൻ വിടുന്നുണ്ട് ഒറ്റയ്ക്ക്. ബിഗും കൂടെ ഇവിടുന്ന് വാങ്ങിയാ മതിയല്ലോ. ഒരു മണിക്കാണ് ഇവിടെ ടൈം കൊടുത്തിരിക്കുന്നത് തിരിച്ചെത്താനായിട്ട്. ആരൊക്കെ എത്തും എന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. രാജേഷേട്ടനാണ് ഏറ്റവും ടെൻഷൻ. അത് കറക്റ്റാ. കണ്ടോ, ആരാ പറഞ്ഞു? രാജേഷേട്ടനല്ലേ പറഞ്ഞു ബാക്ക് മാർക്കറ്റിൽ ആരും ഒന്നും വാങ്ങില്ല, നമ്മള് 10 മിനിറ്റിൽ ഇറങ്ങും. മിക്കവാറും എല്ലാവർക്കും കാർഡ്ബോർഡ് ബോക്സും കൂടെ വാങ്ങി കൊടുക്കേണ്ടി വരും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതേ 12 മണിയാ കേട്ടാ, 1 hour. രാജേട്ടാ ഒന്നും വാങ്ങില്ലല്ലോ ആരും ബാക്ക് മാർക്കറ്റിൽ നിന്ന്? ഇല്ല, ഒന്നും വാങ്ങിയില്ല. അതെ. എന്നിട്ട് മറ്റേ കോപ്പി ബാഗ്സ് ഒക്കെ കാട്ടി നല്ലത് ഇതുപോലെ ബ്രാൻഡഡ് അല്ലാത്ത നല്ല ക്വാളിറ്റി ബാഗ്സ് കിട്ടും. സോ അങ്ങനത്തെ സ്ഥലത്താണ് ഞാൻ കൂടുതൽ ഇവരെ കൊണ്ടുവന്നത്. സോ ദാറ്റ് അവർക്ക് കൂടുതൽ ഇവിടുത്തെ കൂടുതൽ ഫാഷനും ഡിസൈൻസും പിന്നെ നല്ല ക്വാളിറ്റിയിൽ നല്ല റേറ്റിലും സാധനങ്ങൾ കിട്ടും. ഇതൊക്കെ കണ്ടെന്തൊരു രസമാണ്. സോ ഈ മാർക്കറ്റിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണമായിട്ടും എടുക്കാം. ഹോൾസെയിൽ റേറ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് ഒരെണ്ണമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും എല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. നോക്കി പല ബാഗ്സും ഉണ്ട് ഇവിടെ. ഓ നിക്കണ്ട, കുറച്ചും കൂടെ പോയി വാങ്ങ. അയ്യോ അത് അവര് വാങ്ങിയായിരുന്നു, അവരുടെ കൂടെ വാങ്ങിയ. അവ കട പ്രിൻസിന് അറിയാം. ട്രോളി മറ്റേ ഹാൻഡ് ലഗേജ്. ഇത് നോക്ക്, ബാക്കിയുള്ള സാധനം പോലും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഗ്യാങ്ങിന്റെ റെക്കോർഡ് പൊട്ടിക്കാൻ ആരും ഇല്ല, ഈ ഒരു ഷോപ്പിംഗ് ഗ്യാങ്ങിന്റെ. അതെ, എല്ലാ സ്ഥലത്തും വന്നിരിക്കുന്നത്. അത് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ വരെ എല്ലാരും വാങ്ങിയേ. അതാണ് ക്യാൻവാസ് ചെയ്യാൻ വന്നിരിക്കുക സെക്യൂരിറ്റി ഗാർഡ് തന്നെ. അത്രയും ഷോക്ക്. ഈ കണക്കിന് ഇവര് ബിസിനസ് ബാഗിന്റെ ബിസിനസ് കൂടെ തുടങ്ങി ആലോചിച്ച് നോക്ക്. അല്ലേ, നല്ല സെലക്ഷനാ. മുങ്ചാല ഹിന്ദു 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ് അല്ലാട്ട. മഞ്ഞ ശരി, ഗ്യാങ് ആയിട്ട് വന്നതാന്ന് ഇവര്. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസിനെയാണ് പറയുന്നത് കേട്ടാ. ഓക്കെ, ിനെയും ലോറൻസ് ചേട്ടനെയും എല്ലാം കൊണ്ട് ഹോട്ടലിലേക്ക് വെക്കാൻ പറഞ്ഞു. കാരണം നമ്മൾ ഇനി അടുത്ത ക്രൂസിന് പോവാണ്. അപ്പൊ ഇതും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരു വണ്ടി നിറച്ച് സാധനങ്ങൾ. ഇതൊക്കെ കംപ്ലീറ്റ് ലോജിസ്റ്റിക്സിന്റെ പ്ലാനിങ് അവിടെ സൂപ്പർ ആയതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് തന്നെ പൊക്കി പറയണ്ടേ. രാജേഷ് ചേട്ടൻ്റെ വൈഫിനെ കിട്ടത്തേ ഇല്ല കേട്ടാ. ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് എന്ത് ചെയ്യും? എവിടെ? ഓ പിന്നെ എപ്പോഴേ വന്നു. അയ്യോ, 2 പാവങ്ങള്. മോൾ ഓഫ് ദ വേൾഡിലും കൂടെ ഇവരെ കൊണ്ടുവരാൻ പറ്റി. മോള് കണ്ടാലും ഐ മീൻ ഇവിടെ മോളുണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ബട്ട് ദിസ് ഇസ് ദ ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട്
മോൾ ഇൻ ഗ്വാങ്ജാവ്. ഇത് അടിയിലാണ് കംപ്ലീറ്റ്. ഇത് കണ്ട് ഇത് റോഡ്സ് ഒക്കെ ഇല്ലേ, ഈ റോഡിൻ്റെ ഒക്കെ അടിയിൽ ഫുൾ മോൾസാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മോഡേൺ ചൈനയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നേരെ ക്യാൻറ്റൺ ടവർ. രാത്രി നമ്മൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ മോളിൻ്റെ മറ്റേ എൻഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും ഇവരുടെ ക്യാൻറ്റൺ ടവറിൻ്റെ ഭംഗിയൊക്കെ. സോ ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ്. നല്ല റെസ്റ്റോറൻറ്റ്സും കുറച്ച് ഷോപ്സും, പക്ഷെ ഒരു അത്ഭുതം തന്നെയാണ്. അകത്ത് ഇന്ന് ഫുൾ ഡേ മോളിൻ്റെ അകത്താണ്. കോഫി, ഡിന്നർ എല്ലാം. അതിൻ്റെ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സ്നാക്സ് വാങ്ങണം, പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫീഡിങ് ബോട്ടിൽ മിൽക്ക് അത് കൊള്ളാലോ. അതെ, എടുത്തോണ്ടൊന്നും നടക്കണ, എടുത്തോണ്ട് തോളത്ത് വെച്ചോണ്ട് ഫീഡിങ് ബോട്ടിലും കുടിച്ചോണ്ട്. ഇത് നോക്ക്, ഈ ഏരിയ ഒക്കെ ഫുൾ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. നമ്മള് വന്ന് നമ്മൾ ചൈനയിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ യു ട്രൂലി ഫീൽ ലൈക്ക് എ ക്ലീനർ ബെറ്റർ ബിഗർ ക്ലീനർ ബെറ്റർ വേർഷൻ ഓഫ് യൂറോപ്പ്. അതുപോലെയാണ് ഇവരുടെ ഫുഡ് പാർട്സും ക്ലെൻലിനെസ് ഒക്കെ യൂറോപ്പിനെക്കാട്ടി മച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സോ സേഫ്. ഒന്നിനെയും കുറിച്ച് വെറി ചെയ്യേണ്ട. എന്ത് രസമെന്ന് അറിയും ജസ്റ്റ് വാക്ക് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ചൈന. ഞങ്ങൾ വേറൊരു മോളും കൂടെ കാണിക്കാൻ കൊണ്ടുപോവാണ്. എല്ലാവർക്കും കുറച്ച് സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് ഉണ്ട്. മോൾസിൻ്റെ ഒക്കെ തിരക്ക് വീക്ക് ഡേ ആണ്. ഈ കാണുന്ന ക്യൂ മൊത്തം ആൾക്കാർ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത പരിപാടി. പക്ഷെ ഫുഡ് കോർട്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കിടക്കുക. ഓ മിക്സിയോ, ഇവിടെ വന്നിട്ട് എല്ലാവർക്കും 2 തവണ മിക്സിയോ വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത് കാണുന്ന സ്ഥലങ്ങൾ കുറവല്ലേ. പക്ഷെ ഫുഡ് കോർട്ടും മോളും ഒക്കെ വേറെ ലെവലാണ്. ഇതല്ലേ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടായിട്ടും ചൈനക്കാർക്ക് ഒരു സ്ഥലത്തും അതെ ഒരു 5-6 സ്ഥലത്തേ ഈ തിരക്കുള്ളൂ. ഇത് എന്തോന്ന് ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവോ. ഇവർക്ക് ഫുഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതാണ് പാഷൻ ഫോർ ഫുഡ്. ഫ്രീ ആയിട്ട് ടീയും കിട്ടും വെയിറ്റ് ചെയ്യുന്നവർക്ക്. സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ വന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാനാണ്. ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ലൈവ് ഫിഷ്. ലൈക്ക് ഞാൻ നാട്ടിലെവിടെയും കണ്ടിട്ടില്ല, ദുബായിലും എൻ്റെ ഒരു ഓർമ്മയിലൊന്നും കണ്ടിട്ടില്ല, യൂറോപ്പിലും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ നോക്ക് ലൈവായിട്ട് നമുക്ക് തന്നെ പിടിച്ച് അതുകൊണ്ട് തൂക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൈസ കൊടുക്കുക, അവർ തന്നെ ക്ലീൻ ചെയ്ത് തരും. ഞണ്ട് തൊട്ട് എല്ലാം ഉണ്ട്. നോക്ക്, യൂണീക്ക് സംഭവമല്ലേ ഇത്. ഓ ലോബ്സ്റ്റർ, വലിയ കിങ് ക്രാബ്, സെറ്റപ്പ് സംഭവം കേട്ടോ. എന്തായാലും കുറച്ച് സ്നാക്സ് എടുക്കാറുണ്ട്. ബില്ലിംഗ് ഉണ്ടല്ലോ AI ആണ്. നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ സ്കാൻ ചെയ്യും, എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അതനുസരിച്ച് കറക്റ്റായിട്ട് അവർ ബില്ലും വരും. എന്താ അല്ലേ ടെക്നീക്സ്. ചിക്കൻ, ബീഫ്, വെജിറ്റബിൾ, ചോറ് എല്ലാം സെറ്റാണ്. അതൊക്കെ കഴിച്ചല്ലോ. എന്തായാലും ഇത് സംഭവമാണ്. ഇവിടുത്തെ ഏറ്റവും ഭയങ്കര തിരക്കുള്ള. ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും എല്ലാ ഐറ്റംസും ഉണ്ട്. ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും പറയണം, കാണുന്ന പോലെ തന്നെ ഡെലിഷ്യസും ആണ്. അല്ല അത് പൊട്ടേറ്റോ. ഓക്കെ, എല്ലാവരെയും കൊണ്ട് നമ്മൾ നമ്മുടെ ബോട്ടിങ്ങിനൊക്കെ വന്നതാണ്. അതിന് മുമ്പേ ക്യാൻറ്റൺ ടവർ കാണിക്കണം, ഇവിടെ നിന്നുള്ള ഗോങ്ജോ എന്നുള്ള അമേസിങ് സ്കൈ ലൈൻ കാണിക്കണം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ സിറ്റിയുടെ പ്രോപ്പർ മോഡേൺ സൈഡ് അറിയാവുന്ന. ഇതുവരെ മാർക്കറ്റ്സിലല്ലേ പോയത്. പക്ഷേ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ക്യാൻറ്റൺ ടവറിൻ്റെ സ്ട്രക്ചറിൻ്റെ അടി നിൽക്കുമ്പോഴുണ്ടല്ലോ. ഷോ ആൻഡ് ദിസ് വാട്ട് എ ബ്യൂട്ടിഫുൾ സിറ്റി. നമ്മളിത് ഇതുപോലെ ക്യാൻറ്റൺ ടവറൊക്കെ കണ്ട് നടന്ന് ഇവരിവിടെ എത്തുമ്പോൾ തന്നെ ടൈമാവും. നേരെ വരുമ്പോൾ മോള്, ഇതിൻ്റെ അടിയിൽ തന്നെയുള്ളൊരു കിഡിലൻ മോളും നമ്മുടെ ഫേവററ്റ് ഹോളി ലാൻഡും അടിയിൽ കോഫി ഷോപ്സും പെർഫെക്റ്റ് പ്ലേസ് സ്പെൻഡ് ഈവനിങ്സ്. പക്ഷേ സമ്മേഴ്സിൽ വരാതിരിക്കാൻ നോക്കുക, ബിക്കോസ് ഇറ്റ്സ് സോ ഹോട്ട്. ഇതെല്ലാം ഒരു ഔട്ട്ഡോർ ഏരിയ പോലെയല്ലേ, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. ബട്ട് സുഖം. അയ്യോ വേദം വന്നെങ്കിൽ എന്തോരം അവൻ എൻജോയ് ചെയ്താൽ. ലീഗോ ഫെസ്റ്റ് എന്തോ നടക്കുക, അടിപൊളി. അതെ, അപ്പോൾ ക്രൂസിന് പോവാണ്. എന്ത് ഇവിടെ താമസിക്കുന്നവരൊരു ഇതായാലും നോക്ക്, അടിപൊളി ലുക്കിംഗ് അപ്പാർട്ട്മെൻറ്റ്. നേരെ ഇവിടെ ക്യാൻറ്റൺ ടവർ, അതിൻ്റെ ഇപ്പോൾ ലൈറ്റ്സും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ എന്ത് രസമല്ലേ, ഒരു മാജിക്കൽ സ്പേസ് പോലെയാണ്. അതിന് നല്ല വെതറും കൂടെ വരുന്ന ടൈമിൽ ഇവിടെയൊക്കെ എന്തായിരിക്കും വൈബ്. അടിപൊളി. പ്രിൻസിൻ്റെ കുറച്ച് ഷോ ആണ് കേട്ടോ. പ്രിൻസ് ഏതോ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ച് നേരെ നമ്മുടെ ക്രൂസിൻ്റെ അവിടെ എത്തിയെന്ന്. ഇനി കുറച്ച് ഡയലോഗ് കാണും. ഓടിക്കതച്ചായിരിക്കും വന്നത് കേട്ടാ. മുഖമൊക്കെ മറ്റേ തുടച്ചിട്ട് പോയി കുളിയും. അതെ അതെ ആയിരുന്നു. അതെ ഞങ്ങള് കണ്ടു മറ്റേ ഓടുന്നത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിരുന്നോണ് ഭയങ്കര കുലുക്കമായിരിക്കും.
മറ്റേ ഡിസ്കോ ടെക് പോലത്തെ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നത് നമ്മുടെ ക്രൂസ്. എന്തായാലും കംപ്ലീറ്റ് എയർ കണ്ടീഷനാണ് എടുത്തിരിക്കുന്നത്, കാരണം അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്. 1 മണിക്കൂർ ആൾക്കാർ മടുത്തു പോവും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്രൂസിൽ കയറുന്നത്. സർവീസ് ഒക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഇത് അത് പെയ്ഡായിരിക്കും. അത് പെയ്ഡാണോ? അതിന്റെ ആണെന്നൊരു ചൈനീസ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കും. എടുക്കാൻ ഓടിപ്പിടിച്ച് എടുക്കല്ലേന്ന് പറയണേ. അതെ, അതിന്റെ പൈസ എടുത്ത പൈസ എടുക്കട്ടാ. ഇല്ല കേട്ടാ. അങ്ങനെ റൂഫ് ടോപ്പിൽ വന്ന് ഒന്ന് ഗുവാങ്ഷോയുടെ വ്യൂ കാണാൻ വന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ സിറ്റി. രാത്രിയാണ് ശരിക്കും ലൈറ്റ്സ് കൂടെ വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ലവിങ് ഇറ്റ്. അടിപൊളി. പ്രിയയുടെ ഫസ്റ്റ് ടൈം അല്ലേ ഇത്രയും തവണ വന്നിട്ട്? എടുത്തിട്ടില്ലല്ലോ ക്രൂസ്? ഡാഡി മമ്മിയുടെ വഴക്ക് കിട്ടും, അവരെ കൊണ്ടുപോയില്ലല്ലോ. അപകടം. ഈ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ പോയിട്ട് നമ്മൾ ഈ വ്യൂ ഒക്കെ കാണുമ്പോഴുണ്ടല്ലോ, എപ്പോഴും ഇത് മാറിക്കൊണ്ടിരിക്കും. സീസൺസും ഇവിടുത്തെ ഇവന്റ്സും എല്ലാം അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. സോസേജ് വെക്കുന്നു, അതിന് ഒന്ന് തിരിഞ്ഞാൽ നേരെ കാൻഡൻ ടവർ. എല്ലാവരും അവിടെയാ. എങ്ങനെ എന്താ പറയാ, മോശമായി പോയി. ഡാഡി മമ്മിനെ കൊണ്ടുവരായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ ക്രൂസിന് പോവാമെന്ന്. ആ ഇത് കണ്ട് ഇത് കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഐ ഡോണ്ട് നോ മേ ബി അറ്റ്ലീസ്റ്റ് ഒരു 5 to 7 കിലോമീറ്റേഴ്സ് ഈ സൈഡിൽ കാണുന്നത്. ആ ലൈറ്റ്സ് കണ്ട കംപ്ലീറ്റ് വാക്ക് വേ ആണ് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ റിവർ സൈഡ് മൊത്തം അതുപോലെ തന്നെ സെയിം ആണ് സൈഡും ചെയ്തു വെച്ചിരിക്കുന്നത്. ഐ ലുക്ക് അറ്റ് ദ ഫ്ലാറ്റ്സ്, ബിൽഡിങ്സ്, ജസ്റ്റ് സോ ഗുഡ്. നോ, ഇവിടെയൊക്കെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇങ്ങനെയൊക്കെ പബ്ലിക് സ്പേസസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നോക്കി, ഇതൊക്കെ വാക്ക് വേ ആണ്. അങ്ങ് അറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അത്രയും ദൂരം ഈ വാക്ക് വേ ആണ്. ലാസ്റ്റ് ആക്ടിവിറ്റി ബഹളമാണ്. എന്താണെന്നറിയോ? അന്താക്ഷരി. ബാക്കി ചൈനക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും എന്താ സംഭവം. നോക്ക്, ഇവിടെ അന്താക്ഷരി. എന്തായാലും ഒരിക്കലും മറക്കാത്തൊരു ട്രിപ്പായിരിക്കും ഇത്. അടിയായിരിക്കും ചിലപ്പോൾ, ലാസ്റ്റ് അടിയൊക്കെ ആവും കേട്ടോ. ആ അങ്ങനെ നമ്മുടെ ഫൈനൽ ഡേറ്റ് ഡിന്നറും കഴിഞ്ഞു. ഇനി എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. ഇത് കണ്ട ട്രാവൽ വിത്ത് OHF ഞങ്ങൾ ചെയ്ത സൂവിനിയർ ബാഗാണ്. ഈ OHFന്റെ സിമ്പിളിൽ ആക്ച്വലി ചൈനീസ് ഫോണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് അടിയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ എഴുതിയിരിക്കുന്ന വേർഡിങ് ഇല്ലേ, ഇത് ഈ കാണുന്നത് ഈ റെഡ് ബോക്സ്, അത് ഗുഡ് ലക്ക് ഗുഡ് ഫോർച്യൂണിന് വേണ്ടിയുള്ളതാണ്. സോ ഇവിടെ വന്ന എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, എസ്പെഷ്യലി ബിസിനസ് പരമായിട്ടുള്ളതും. ആൻഡ് നാളെ അവർക്ക് ഒരു എന്താ സെൻഡ് ഓഫും കൂടി ഉണ്ട്, ചെറിയ അവരെല്ലാവരും പറഞ്ഞു വിടുന്നതും കൂടെ. ഇറ്റ്സ് ലൈക്ക് സംഭവമായിരുന്നു. ദിസ് ട്രിപ്പ് വാസ് റിയലി അമേസിങ്, റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് എന്താ ഞാൻ കാണിക്കുന്നില്ല, അത് ഇനി അടുത്ത വരുന്നവർക്ക് അറിയാൻ പറ്റും. സോ എന്തായാലും ഗുഡ് നൈറ്റ്. രാവിലെ അവരെ പറഞ്ഞയച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഗായ്സ്, അങ്ങനെ ഞാൻ റിസപ്ഷനിലേക്ക് വന്നിരിക്കുവാണ്. എവ്രി വൺ ഈസ് ചെക്കിംഗ് ഔട്ട്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ബട്ട് ദെൻ ഐ ആം ജസ്റ്റ് ഓവർവെൽംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് എന്താ പറയുന്നത്, ഒരു ഹാർട്ട് ഫുള്ളാണ്. കാരണം അത്രയും വിചാരിച്ചതിനെ കാട്ടി നല്ലൊരു ട്രിപ്പായി ഇത് മാറി. അത് മെയിൻ തിങ്സ് വന്ന എല്ലാവരും ഉള്ള ആ ഒരു ഗ്രൂപ്പ് എന്തോ 2 തവണയും എനിക്ക് ഇതുപോലെ തന്നെ കിട്ടി. പക്ഷെ ഇത് കൂടുതൽ ആൾക്കാരുള്ളപ്പോൾ സിങ്ക് ആവാൻ പാടല്ലേ, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ബാക്കിയൊക്കെ ഓക്കെ, കുറേ പറയാനുണ്ട്, അത് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാം. ബട്ട് ജസ്റ്റ് താങ്ക്ഫുൾ. ഇത് കൊള്ളാമല്ലോ. ആരുടെ ഹാൻഡ് റൈറ്റിംഗ് ചെയ്ത്? ആരുടെ? ആ, താങ്ക് യു ചേച്ചി, താങ്ക് യു എവ്രി വൺ.
ഇതൊട്ട് എക്സ്പെക്ട് അതെ. നിങ്ങൾ ഞങ്ങൾക്ക് സർപ്രൈസ് ആകുമ്പോൾ ഞങ്ങൾ ഇന്നലെ കിട്ടിയില്ല. അപ്പൊ താങ്ക് യു എവ്രി വൺ. നമ്മൾ വിചാരിച്ചതിനും കാട്ടി നല്ല ട്രിപ്പായിരുന്നു. ഇനി ആരോടും സ്പെഷ്യൽ ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ടൊന്നും പറയാനില്ല. നമ്മൾ ഈ എൻജോയ് ദ ടൈം തന്നെയായിരിക്കും. ഐ തിങ്ക് സോ ഇറ്റ് വിൽ ബി എ മെമ്മറി ഫോർ എവ്രി വൺ. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്ന ബോണ്ട് വരും വിചാരിച്ചില്ല. വി ആർ എന്താ പറയുന്നത്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, അത്രേ പറയുള്ളൂ. ലുക്കിംഗ് ഫോർവേഡ് ടു സ്പെൻഡിങ് ടൈം വിത്ത് ഈച്ച് ആൻഡ് എവ്രി വൺ അഗൈൻ. രേഖാവിന്റെ പ്രോപ്പർട്ടിയിലേക്കായിരിക്കും ഞങ്ങൾ വരുന്നത്. അതെ, ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും എല്ലാവരുമായിട്ട് റിയൂണിയൻ പോലെ. താങ്ക് യു, താങ്ക് യു. പാട്ടും വെച്ചു അവര്. കട്ട് ചെയ്യാം. അവരാണ് ഓർഡർ ചെയ്തത്. ഹോട്ടലിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കണം കേട്ടോ. രാത്രി തൊട്ടുള്ള ഹൗസ് കീപ്പിംഗ്, ലഗേജ്, നമുക്ക് വാഷിങ്, നമ്മുടെ ഡ്രസ്സ് എടുത്ത് അവർ ഉണക്കിയിടും. അതുപോലെ തന്നെ നമ്മളില്ലാത്തപ്പോൾ അവർ പേയ്മെന്റ് കൊടുക്കും, ഡെലിവറീസിന് എല്ലാം കൊണ്ടും നല്ല ഹോട്ടലായിരുന്നു. ഭയങ്കര സർവീസ് ആയിരുന്നു. അപ്പൊ എല്ലാരും സേഫ് ആയിട്ട് വിടുക ഫ്രണ്ട്സ്. പാക്ഡായി. അപ്പൊ ഞാൻ ബൈ പറയട്ടെ. അപ്പൊ ബൈ ബൈ, സീ യു, ബൈ. അങ്ങനെ എല്ലാരും പോയി. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കൺക്ലൂഷൻ എടുക്കാൻ തോന്നുന്നില്ല. ഒരു വിഷമമാണ് മനസ്സിൽ.